കീക്കോ, ഞാൻ ആ സാറ്റലൈറ്റിന്റെ അടുത്തെത്തി കഴിഞ്ഞു. ഗുഡ് വർക്ക് സൂപ്പർ സ്പീഡോ. കൃത്യസമയത്ത് ഫോർമുല നമ്പർ 58 അപ്ലൈ ചെയ്ത് ആ സാറ്റലൈറ്റ് ഡിസ്ട്രോയ് ചെയ്തേക്ക്. അയ്യോ മേയറെ, ഇപ്പൊ നമ്മൾ എല്ലാവരും ബാങ്കിനകത്തെത്തി കഴിഞ്ഞു. ഇനി പേടിക്കേണ്ട ഒരു കാര്യമില്ല. റിലാക്സ് മേയർ അങ്കിൾ, ഇനി നിങ്ങളുടെ ബാങ്ക് ആരും കൊള്ളയടിക്കില്ല. ഇനിയെങ്കിലും പറയേ, ഈ ബാങ്കിനകത്ത് അങ്ങനെ എന്താ ഉള്ളത്? മേയർ അങ്കിൾ, ബാങ്കിന് വേണ്ടി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു കാര്യമുണ്ടല്ലോ, അതിനെ കുറിച്ച് ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ സസ്പെൻസ്. അതെ അതെ, സാധാരണ സസ്പെൻസ് ഒന്നുമല്ല, വളരെ വലിയ സസ്പെൻസ്, സൂപ്പർ ഡൂപ്പർ സസ്പെൻസ്. ഈ സസ്പെൻസ് കാരണം എന്റെ വയറിപ്പോ ഭയങ്കര ടെൻഷനായി പോയി. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? ശരി ശരി, ഓക്കെ. ഇപ്പൊ ഞാനത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. ഈ ബാഗിനകത്ത് എന്താ ഉള്ളതെന്ന് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. അയ്യോ, മല തുരന്ന് ഒരു തുരങ്കം ഉണ്ടാക്കിയപ്പോ പുറത്തേക്ക് ഒരു എലി കടന്നു വന്നു. ഇതിനൊക്കെ എന്താ അർത്ഥം? മേയർ അങ്കിൾ, പിഗി ബാങ്കിലുള്ള പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വന്നിരിക്കല്ലേ? കം ഓൺ മേയർ അങ്കിൾ, ഒരു പിഗ്ഗി ബാങ്കിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞങ്ങൾ എല്ലാരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഈ ചില്ലറയ്ക്ക് വേണ്ടി നിങ്ങൾ ഡോളറിന് ഓർഡർ ചെയ്തു. ഞാനെന്തെങ്കിലും കഴിക്കട്ടെ? ടോട്ടോ, ഈ പിഗി ബാങ്കിനകത്ത് എന്തുണ്ടെന്നറിയോ? അത് ഡോളറിനേക്കാളും വളരെ വളരെ വലുതാണ്. ഇത് കണ്ടോ? എന്റെ ദൈവമേ, സ്വർണത്തിൽ ചെയ്ത ബാംഗിൾസോ? അതിൽ ഡയമണ്ട്സ് പതിച്ചിട്ടുണ്ടല്ലോ. ഞാനൊരൽപ്പം കഴിച്ചോട്ടെ? ഇതൊന്നും സാധാരണ സ്വർണ്ണ വളയല്ല. ഇത് വളരെ പഴയതാണ്, വളരെ വിലയുയർന്ന ബാംഗിൾസ് ആണ്. പക്ഷേ മേയർ അങ്കിൾ, ഇത്രയും പഴയതും പാരമ്പര്യവുമായ വളകൾ എവിടുന്നാ കിട്ടിയത്? ഇതെന്റെ മുത്തശ്ശിയുടേതാണ്. എന്താ സംഭവിച്ചെന്നറിയോ? ഇന്നലെ എന്റെ വീടിന്റെ സ്റ്റോറും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഒരു പഴയ ബോക്സിനകത്തുനിന്ന് എനിക്കിത് കിട്ടി. അതെ, ആരെങ്കിലും ഇത് അടിച്ചു മാറ്റിക്കൊണ്ടങ്ങ് പോയാലോ? അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ബാങ്കിന്റെ സേഫ്റ്റി ലോക്കറിൽ വെക്കാൻ വന്നത്. വളരെ നല്ല കാര്യമാണ് മേയർ അങ്കിൾ ചെയ്തിരിക്കുന്നത്. ബാങ്കിനേക്കാളും സേഫായ സ്ഥലം വേറൊന്നുമില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. അതിനായിട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു. കാരണം മോസം കിങ് ഇവിടെ ഭരിക്കാൻ പോകുമ്പോ ഒരു ബാങ്കും സേഫ് അല്ല, ഏതൊരു ലോക്കറും സേഫ് അല്ല. വെയിൽ കൊണ്ട് ഞാൻ എല്ലാം കത്തിക്കരിച്ച് ചാമ്പലാക്കും. ഇതാ എത്തിക്കഴിഞ്ഞ മോസം കിങ്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ. നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇറ്റ്സ് ഓക്കേ. അതുപോലെ തന്നെയാ, എനിക്ക് നിങ്ങൾ ആരെയും അറിയില്ല. നിനക്ക് എന്നെ അറിയില്ല, എനിക്ക് നിന്നെ അറിയില്ല. കണക്ക് ഓക്കേ അല്ലേ? അയ്യോ, എനിക്കിപ്പോ എന്താണോ വേണ്ടത്? വേറൊന്നും വേണ്ട. ഇത് പിന്നെ അത് പിന്നെ അതും കൂടി, ഇൻഷോർട്ട് പൈസയുടെ കൂടെ ചേർത്ത് എല്ലാ സാധനവും എനിക്ക് വേണം. അതെ, ഞങ്ങൾ എന്തിനാ നിനക്ക് തരുന്നത്? കാരണം അതാണ് നിന്റെയൊക്കെ പ്രൊട്ടക്ഷൻ ഫീസ്. പ്രൊട്ടക്ഷൻ ഫീസോ? അതിന് ഞങ്ങൾക്ക് ഒരു അപകടം ഇല്ലല്ലോ. ഞാനാണ് അപകടം. വെയിൽ കൊണ്ട് ഞാൻ എല്ലാം കത്തിക്കരിച്ച് ചാമ്പലാക്കും. ഇതാ എത്തിക്കഴിഞ്ഞു മോസം കിങ്.
അതിവേഗത്തിൽ ഓടുന്ന കുതിരയെ ഇംഗ്ലീഷിൽ ഫാസ്റ്റ് എന്നും മലയാളത്തിൽ ഫടാഫട്ട് എന്നും പറയും. ബാങ്കിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത് നീ ഓടിപ്പിച്ചാൽ അവന് ഡിറ്റക്റ്റീവ് ചാറ്റ്പട്ട് എന്ന് പറയും. കാലേക്ക് സാറേ എന്തൊരു പഞ്ച് ഡയലോഗാ. ഞാനതൊന്ന് നോട്ട് പാഡിൽ നോട്ട് ചെയ്തോട്ടെ. ഞാൻ വിചാരിച്ചത് സൺ സിറ്റി മൊത്തം തകർക്കുന്നതിന് മുൻപ് നിങ്ങൾക്കെല്ലാവർക്കും അവസാനമായിട്ടൊരു ചാൻസ് തരാമെന്ന് കരുതി. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കാർക്കും ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന്. എല്ലാം നശിച്ചാലേ നിങ്ങൾ പഠിക്കൂ അല്ലേ? എങ്കിൽ ശരി, എല്ലാതും നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. വെയിൽ കൊണ്ട് ഞാൻ എല്ലാം ചുട്ട് കരിക്കും. ഇതാ എത്തിക്കഴിഞ്ഞു മോസം കിങ്. ഓസം കിങ്ങിന്റെ മാജിക് പവർ. ആകാശത്ത് നിന്നും തീ പോലുള്ള വെയിൽ ബാങ്കിന്റെ മുകളിൽ പതിക്കട്ടെ. ഇത്ര പെട്ടെന്ന് കോൺ എങ്ങനെ പോപ്കോണായി മാറിയത്? അയ്യോ, പെട്ടെന്ന് ഈ ക്ലൈമറ്റ് എന്താ ഇത്രയ്ക്ക് ചൂടായി മാറിയത്? ചൂട് കൂടുതലായതുകൊണ്ട് സാധനങ്ങൾ തന്നെത്താൻ കത്തുകയാണ്. ഇതെങ്ങനെയാ സംഭവിച്ചത്? R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. ബാങ്ക് മൊത്തം തീ പിടിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് എല്ലാവരും പുറത്താക്കണം. വേഗം വാ, എല്ലാവരും ഇവിടുന്ന് വേഗം പുറത്തു പോയിക്കോ. എന്റെ അച്ഛന്റെ അമ്മയുടെ വളയാണിത്. അതിന് ഒരിക്കലും ഞാൻ ഈ തീക്കരയാകുവാൻ സമ്മതിക്കില്ല. നേരെ ആദ്യം നിങ്ങൾ ഈ ബാങ്കിൽ നിന്നൊന്ന് പുറത്തേക്ക് വാ. അല്ലെങ്കിൽ നിങ്ങൾ ഈ വളയെടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ കരി പോലെ കരിഞ്ഞു പോകും. വേഗം വരൂ മേരെ, വേഗം വാ. ഈ തീയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ഞാൻ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ആ ബാങ്കിലുള്ള തീ വേഗം അണച്ചേ പറ്റൂ. ഫോർമുല നമ്പർ 256 അപ്ലൈ ചെയ്യേ. യെസ് ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 256. വെള്ളമൊഴിച്ച് തീ അണയ്ക്കാൻ നോക്കാണല്ലേ? എന്നാൽ വെള്ളമങ്ങ് വറ്റിപ്പോയാലോ? അപ്പോ നീ എന്താടാ ചെയ്യ? വെയിൽ കൊണ്ട് ഞാൻ എല്ലാം ചുട്ടുകരിച്ച് നശിപ്പിക്കും. ഇതാ എത്തിക്കഴിഞ്ഞു മോസം കിങ്. അതിനിടയ്ക്ക് വെള്ളം എങ്ങനെയാണ് പറ്റിപ്പോയത്? കീക്കോ, അതെങ്ങനെയാന്നറിയില്ല. ലേക്കിലുള്ള വെള്ളം എങ്ങനെയാണ് വറ്റിപ്പോയത്? അതാ എനിക്കും മനസ്സിലാവാത്തത്. ഇതെങ്ങനെയാ സംഭവിച്ചത്? ഒരു മിനിറ്റ്, ഇതിന്റെ ഒക്കെ പുറകിൽ ആ മോസം കിങ് ആയിരിക്കോ? സംശയിക്കേണ്ട, ഇതൊക്കെ ചെയ്തു കൂട്ടിയത് ഞാൻ തന്നെയാണ്. വെയിൽ കൊണ്ട് ഞാൻ എല്ലാം ചുട്ടുകരിച്ച് നശിപ്പിക്കും. ഇതാ എത്തിക്കഴിഞ്ഞു മോസം കിങ്. മോസം കിങ്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം വളരെ റോങ് ആണ്. ബാങ്കിലെ തീ അണച്ചിട്ട് റൈറ്റ് ആയ കാര്യങ്ങൾ മാത്രം ചെയ്യ്. ഓക്കെ കിക്കോ, നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ഇപ്പൊ തന്നെ റോങ്ങിനെ റൈറ്റ് ആക്കി മാറ്റാം. ടോണി ബോസ്, ഇന്ന് ബാങ്ക് മൊത്തം മഴയിൽ കുളിച്ചു. നിങ്ങളും ഒരു പ്രാവശ്യം കുളിച്ചേക്ക്. വയറ് നിറഞ്ഞിരിക്കുകയാണെങ്കിലും ഡോഡോ കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ടോണി ബോസ് മാത്രം ദിവസവും കുളിക്കില്ല. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. കിക്കോ, ഞാനിപ്പോ റൈറ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി റൈറ്റ് ആയ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് നീയാണ്. എന്നുവെച്ചാ നീ നിന്റെ പ്രൊട്ടക്ഷൻ ഫീസിനെ കുറിച്ച് സംസാരിക്കാണോ? അല്ല കിക്കോ, ഇപ്പൊ എനിക്ക് കാശ്, സ്വർണം, വെള്ളി അതിലൊന്നും ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. അതൊക്കെ വെറും മായാജാലമാണ്. ഞാൻ അതിൽ നിന്ന് എപ്പോഴോ പുറത്തു വന്നു കഴിഞ്ഞു. എന്ന് വെച്ചാൽ എന്താണ് വേണ്ടത്? സ്പെഷ്യൽ ആയിട്ട് ഒന്നുമില്ല. എനിക്ക് ചില കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളുണ്ട്. ഈ സൺസിറ്റിയെ ഞാൻ തന്നെ ഭരിക്കണം. രാജാവിന്റെ കിരീടം എന്റെ തലയിൽ അണിയണം. സൺസിറ്റിയിൽ എന്റെ സ്റ്റാച്ചു വെക്കണം. എന്നുവെച്ചാ നീ സൺസിറ്റി അപകരിക്കാൻ ശ്രമിക്കുകയാണല്ലേ? അങ്ങനെയല്ലേ? കറക്റ്റ് കിക്കോ, യു ആർ വെരി സ്മാർട്ട്. ആദ്യം ഞാൻ എന്റെ പ്രൊട്ടക്ഷൻ ഫീസ് വാങ്ങിച്ചോണ്ട് പോകാനാ വന്നത്. പക്ഷെ സൺസിറ്റിയെ ഞാൻ ആ സ്റ്റാച്ചുവിന്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ നിന്റെ സിറ്റി എനിക്ക് വളരെയേറെ ഇഷ്ടമായി. വെൽ ഡൺ മാൻ. സൺസിറ്റിയെ വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു.
പക്ഷെ ഇനിയെല്ലാം എന്റെ ആഗ്രഹം അനുസരിച്ച് ഇവിടെ നടക്കണം. അതുകൊണ്ട് ഞാൻ എല്ലാം കത്തിക്കരിച്ച് ചാമ്പലാക്കും. കാരണം ഇതാ എത്തിക്കഴിഞ്ഞു മോസം കിങ്. സോറി മോസം കിങ്, ഈ കിക്കോയും സൂപ്പർ സ്പീഡോയും ഇവിടെ ഉള്ളത് വരെ നിന്റെ ഈ ആഗ്രഹം ഒരിക്കലും നടക്കില്ല. എന്നാ ഓക്കെ, ഇപ്പൊ നോക്കിക്കോ, മോസം കിങ് തന്റെ ആഗ്രഹം നിറവേറ്റാനായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു നോക്കിക്കോ. വെയില് കൊണ്ട് ഞാൻ എല്ലാം കത്തിക്കരിച്ച് ചാമ്പലാക്കും. ഇതാ എത്തിക്കഴിഞ്ഞു മോസം കിങ്. എന്റെ ദൈവമേ, പെട്ടെന്ന് വെതർ കണ്ടീഷൻ മാറിയതും എല്ലാം തലകിലായി മാറിപ്പോയല്ലോ. ഒരു ഒറ്റവാക്കിൽ ഇതിനെ കുറിച്ച് പറയണമെങ്കിൽ ഇംപോസിബിൾ. ഇമ്പോസിബിളിനേക്കാളും വളരെയധികം ഇമ്പോസിബിൾ ആണ്. വെരി വെരി ഇമ്പോസിബിൾ. പെട്ടെന്ന് മാറിയ ഈ വെതർ കണ്ടീഷൻ ഇത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ആകും. നിങ്ങൾ എല്ലാവരും എന്റെ മുന്നിൽ മുട്ടുകുത്തി ക്ഷമ ചോദിക്കണം. നിങ്ങൾ എന്നെ സൺസിറ്റിയിലെ രാജാവാക്കണം. അയ്യോ, ഇയാൾ ഈ വെതറൊക്കെ എങ്ങനെയാ കൺട്രോൾ ചെയ്യുന്നത് മനസ്സിലാവുന്നില്ലല്ലോ. ഇയാളെന്തോ സൂപ്പർ ഹ്യൂമനോ മറ്റോ ആണോ? സൂപ്പർ ഹ്യൂമൻ എന്ന് പറഞ്ഞ ഒന്നുമില്ല. എല്ലാ കാര്യത്തിന് പുറകിലും തീർച്ചയായും സയൻസ് ഒളിഞ്ഞിരിപ്പുണ്ടാവും. ഈഷ്, മമ്മി, ഇത്രയും മോശമായ ഒരു വെതർ കണ്ടീഷൻ ജീവിക്കുന്നത് കഷ്ടമാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ മോസസ് കിങ്ങിന്റെ മുൻപിൽ സറണ്ടർ ആയ പറ്റുമെന്നാണ് തോന്നുന്നത്. കീക്കോ പിന്നെ സൂപ്പർ സ്പീഡോ, നിങ്ങളും അവന്റെ മുന്നിൽ തലകുനിഞ്ഞ് നിക്ക്. മോസം കിങ് ശരിക്കും ഒരു സൂപ്പർ ഹ്യൂമനാന്ന് തോന്നുന്നു. അല്ല ട്വിങ്കിൾ, മോസം കിങ് ഈ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാ. റൈറ്റ് എപ്പോഴും റോങ്ങിന് മുൻപിൽ തലകുനിഞ്ഞു നിൽക്കില്ല. പക്ഷേ ഞങ്ങൾ ഫൈറ്റ് ചെയ്യും. ഡോണ്ട് വറി ഗൈസ്, എത്രയും പെട്ടെന്ന് ഞാൻ എന്റെ സ്റ്റാച്ചു ഇവിടെ നിർത്തും. വെയിൽ കൊണ്ട് ഞാൻ എല്ലാം കത്തിക്കരിച്ച് ചാമ്പലാക്കും. കാരണം ഇതാ എത്തിക്കഴിഞ്ഞു മോസം കിങ്. എല്ലാവരും എന്റെ മുന്നിൽ മുട്ടുകുത്തി തലകുനിഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ നിങ്ങൾ രണ്ടാളും അങ്ങനെ ചെയ്തില്ല. കാരണം കീക്കോയും സൂപ്പർ സ്പീഡോയും റോങ്ങിന് മുൻപിൽ ഒരിക്കലും തലകുനിച്ച് നിൽക്കില്ല. ആണോ? സറണ്ടർ ആവില്ല അല്ലേ? അത് നിന്റെ ഇഷ്ടം. പക്ഷെ ആരെങ്കിലും മോസം കിങ്ങിന് മുന്നിൽ സറണ്ടർ ആയില്ലെങ്കിൽ മോസം കിങ് അവരെ തലയോട് ചേർത്ത് കാറ്റിൽ പറത്തിക്കളയും. വെയിൽ കൊണ്ട് എല്ലാം കത്തിക്കരിച്ച് ചാമ്പലാക്കും ഞാൻ. ഇതാ എത്തിക്കഴിഞ്ഞ മോസം കിങ്. എന്റെ അമ്മോ! കീക്കോ, ഈ ടൊർണാഡോ വളരെ പവർഫുൾ ആയി ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ സിസ്റ്റം ഹാങ് ആവുന്ന തോന്നുന്നത്. സൂപ്പർ സ്പീഡോ, ടൊർണാഡോ ചുറ്റുന്ന ആ ഡയറക്ഷൻ എതിരായിട്ട് ചുറ്റിക്കോ. എന്റെ അടുത്തേക്ക് വരാൻ ട്രൈ ചെയ്യേ. സൂപ്പർ സ്പീഡോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരുപാട് ഡാമേജ് സംഭവിച്ചു. ഓട്ടോ റിപ്പയർ ചെയ്യാൻ കുറച്ച് സമയമെടുക്കുന്ന തോന്നുന്നത്. ഞാൻ ഫുള്ളായിട്ട് റെഡി ആയതും മോസം കിങ്ങിനെ നമുക്ക് അറ്റാക്ക് ചെയ്യാം. വേണ്ട സൂപ്പർ സ്പീഡോ, ആദ്യം നിന്റെ സീക്രട്ട് ലാബിലേക്ക് പോകാം. മോസം കിങ്ങിനെ ഫേസ് ചെയ്യുന്നതിന് മുമ്പ് അവനെ കുറിച്ച് അല്പം റിസർച്ച് ചെയ്യേണ്ടതുണ്ട്. സൺ സിറ്റിയുടെ പ്രൊട്ടക്ടേഴ്സ് കിക്കോയും സൂപ്പർ സ്പീഡോയെയും ഞാൻ അയക്കേണ്ട സ്ഥലത്തേക്ക് അയച്ചു. ഇനി സൺ സിറ്റിയെ ഭരിക്കാൻ പോകുന്നത് ഞാൻ മാത്രമാണ്. മേയർ, നീ എനിക്ക് കൊട്ടാരം പോലുള്ള ഒരു വലിയ ബംഗ്ലാവ് റെഡിയാക്ക്. പിന്നെ ടെമ്പോണ, ഈ സ്ഥലത്ത് എന്റെ ഒരു ശില്പം നിർത്തേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. എന്താ മനസ്സിലായോ? എന്റെ ആഹാരത്തിന്റെ ഏർപ്പാടുകളൊക്കെ ഈ കൊച്ചു പിള്ളേർ ചെയ്യണം. ഒരു കാര്യം ഓർക്കണം, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആകാശത്തെ തലകീഴായി കെട്ടിത്തൂക്കിയിടും. എന്നിട്ട് മിന്നൽ വെച്ച് ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകും. ദേ ഇതുപോലെ എല്ലാവരും അവരവരുടെ ജോലി നോക്ക്. അതിനിടയ്ക്ക് ഞാൻ സൺ സിറ്റി ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വന്നേക്കാം. അയ്യോയ്യോ, ഡോണ്ട് വെറി മേയറെ. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നമ്മുടെ കീക്കോയും സൂപ്പർ സ്പീഡോയും ഈ മോസങ്ങിന്റെ കയ്യിൽ നിന്ന് നമ്മൾ തീർച്ചയായിട്ടും രക്ഷിക്കും. ടെമ്പോ അണ്ണാ, ഒരു കാര്യം അറിയോ? ഒരു സമയത്ത് ഞാൻ ഇതുപോലെ ഒരു മാസം കിങ്ങിനെ പിടിച്ചു വെച്ചിട്ട് ഇടിച്ച് ചമ്മതിയാക്കി. പിന്നീട് അവൻ പേടിച്ചോടിപ്പോയി. മോസം കിങ് ആയിരുന്നു അവൻ. എന്റെ അടുത്ത് വന്നപ്പോൾ മോസം ജോക്കറായി. അല്ലാതെ പിന്നെ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ ചിലന്തി വന്നിട്ട് വല നെയ്യട്ടെ.
പ്ലീസ്. അയ്യോ, ഈ ടെൻഷൻ പിടിച്ച സന്ദർഭത്തിൽ പോലും പേര് നമ്മളോട് കള്ളം പറയുന്നത് നിർത്തുന്നില്ല, കണ്ടോ? സൂപ്പർ സ്പീഡോ, ആകാശത്ത് നിന്ന് വെയിൽ, മഴ, മഞ്ഞ് ഇതെല്ലാം ഉണ്ടാവാൻ വെതറാണ് കാരണം. പക്ഷേ ആരെങ്കിലും ഒരാൾ ഈ കാലാവസ്ഥ ഉപയോഗിച്ച് കളിക്കുകയാണെങ്കിൽ അവർക്ക് കാലാവസ്ഥയെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ കീക്കോ, ആർക്കെങ്കിലും കാലാവസ്ഥയെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വന്നത്. നമ്മളിപ്പോ ആദ്യം ചെയ്യേണ്ടത് സൺസെറ്റിൽ സംഭവിച്ച വെതർ ചേഞ്ചിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കണം. ഇപ്പോൾ സൺസിറ്റിയുടെ മുകളിൽ നിൽക്കുന്ന മേഘങ്ങളുടെ ഇമേജസ് ഇതാണ്. പക്ഷേ നോക്കിയിട്ട് വെതർ മൊത്തം നോർമൽ ആണല്ലോ. ഒരു മിനിറ്റ് ബ്രോ, ദേ ഇത് നോക്കൂ. വളരെ വ്യത്യസ്തമായ ഒരു സാധനം ഇതിലുണ്ട്. സൂം ചെയ്യൂ. ഇതേത് തരം സാറ്റലൈറ്റാ? കാണാൻ വ്യത്യസ്തമാണല്ലോ. ഇതിന്റെ ഇമേജ് കോപ്പി ചെയ്ത് ഇന്റർനെറ്റിൽ ഇട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ എന്താന്ന് കണ്ടെത്താം. സൂപ്പർ സ്പീഡോ, ഇത് കണ്ടോ? ഇതിൽ എഴുതിയിരിക്കുന്നു അത് വെതർ കൺട്രോൾ സാറ്റലൈറ്റ് ആണത്രേ. ഇത് കണ്ടുപിടിച്ചാൽ തന്നെ വെതർ കൺട്രോൾ ചെയ്യാനാ. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ചതാ ഇത്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇതിന്റെ ആദ്യത്തെ എക്സ്പെരിമെന്റ് തന്നെ ഫെയിലായി പോയിന്നാ. ഇത് കണ്ടോ? എക്സ്പെരിമെന്റിന് ശേഷം ആ സാറ്റലൈറ്റിനെ ഡിസ്ട്രോയ് ചെയ്തു എന്നാ എഴുതിയിരിക്കുന്നത്. അങ്ങനെ അത് ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സാധനം എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? അതിനുള്ള ഉത്തരം നമുക്ക് കണ്ടെത്താം. ആദ്യം ഈ സാറ്റലൈറ്റ് കണ്ടുപിടിച്ച ആളെ കുറിച്ച് മനസ്സിലാക്കാം. ഇതാ മോസം കിങ് തന്നെയാണല്ലോ. എനിക്കെല്ലാം മനസ്സിലായി. ആദ്യം സയന്റിസ്റ്റ് പോൾ ആർക്ക് വേണ്ടി ഈ വെതർ കൺട്രോളിംഗ് സാറ്റലൈറ്റ് ഉണ്ടാക്കി. പിന്നീട് അയാൾ ഈ സക്സസ്ഫുൾ സാറ്റലൈറ്റിനെ ഫെയിലിയർ ആണെന്ന് പറഞ്ഞ് സ്വന്തമാക്കി വെച്ചിരിക്കുക. കറക്റ്റ്. ഇപ്പോൾ ഈ മോസം കിങ് ആ സാറ്റലൈറ്റിനെ അപഹരിച്ചിട്ട് കൺട്രോൾ ചെയ്യുകയാണ്. പക്ഷേ അവൻ ആ സാറ്റലൈറ്റിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? കാരണം ഞാൻ അവനെ സ്കാൻ ചെയ്തപ്പോൾ അവന്റെ കയ്യിൽ ഒരു കൺട്രോളിംഗ് ഡിവൈസും ഇല്ലായിരുന്നു. മോസം കിങ്ങിന് വ്യത്യസ്തമായ ഒരു ഹാബിറ്റ് ഉണ്ട്. എപ്പോഴും തന്റെ ഷൂ ഇങ്ങനെ തറയിൽ തട്ടിക്കൊണ്ടിരിക്കും. നീ എപ്പോഴെങ്കിലും അവന്റെ ഷൂസ് സ്കാൻ ചെയ്തിട്ടുണ്ടോ? ഷൂസിന് ഞാൻ സ്കാൻ ചെയ്തിട്ടില്ല. അതിപ്പോൾ തന്നെ ചെയ്തേക്കാം. എന്നാൽ വാ സൂപ്പർ സ്പീഡോ, നമുക്ക് എല്ലാവരോടും ഈ കാര്യം പറയാം. മോസം കിങ് സൂപ്പർ ഹ്യൂമൻ അല്ല, ഒരു സയന്റിസ്റ്റ് ആണെന്ന് പറയണം. ഇതിനെയാണ് പറയുന്നത് പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്ത് എല്ലാവരെയും ഞെട്ടിപ്പിക്കുമെന്ന്. വെയിൽ കൊണ്ട് ഞാൻ എല്ലാം കത്തിക്കരിച്ച് ചാമ്പലാക്കും. ഇതാ എത്തിക്കഴിഞ്ഞ മോസം കിങ്. സൂപ്പർ സ്പീഡോ, ഞാൻ പുറത്തു ചെന്ന് അവനോട് എന്തെങ്കിലും സംസാരിച്ച് ശ്രദ്ധ മാറ്റാം. അപ്പോഴേക്കും നീ ഫോർമുല നമ്പർ 35 ഉപയോഗിച്ച് അവന്റെ ഷൂസ് സ്കാൻ ചെയ്യ്. ഗുഡ് മോർണിംഗ് സയന്റിസ്റ്റ് പോൾ. സയന്റിസ്റ്റ് പോളോ? ഓഹോ, അപ്പൊ നീ എന്നെ കുറിച്ചും എന്റെ സാറ്റലൈറ്റിനെ കുറിച്ചും എല്ലാം കളക്ട് ചെയ്തിരിക്കുകയാണല്ലേ? കറക്റ്റ്. ഇപ്പൊ നമുക്ക് ആ സത്യം എല്ലാവരോടും തുറന്നു പറയാം. നിന്നെ കാണുമ്പോ എനിക്ക് പാവം തോന്നാണ് കിക്കോ. നിന്റെ ആഗ്രഹം അവസാനത്തെ ആഗ്രഹമായിരിക്കും. നിന്റെ ആഗ്രഹം ഒരിക്കലും സഫലമാവില്ല. വെയിൽ കൊണ്ട് ഞാൻ എല്ലാം കത്തിക്കരിച്ച് ചാമ്പലാക്കും. ഇതാ എത്തിക്കഴിഞ്ഞു മോസം കിങ്. വേഗം പോയിക്കോ സൂപ്പർ സ്പീഡോ. ഈക്കോ, ഇടിമിന്നൽ വീണത് കൊണ്ട് എന്റെ സിസ്റ്റം ഷോർട്ട് സർക്യൂട്ട് ആയി പോയി. വണ്ടി സ്റ്റാർട്ട് ആകാൻ ഒരു അല്പസമയം എടുക്കും. വേഗം ആവട്ടെ സൂപ്പർ സ്പീഡോ, ആ ടൊർണാഡോ നമ്മുടെ അടുത്തേക്ക് വന്നോണ്ടിരിക്കുക. ബ്രോ, ഞാൻ ആ മോസസ് കിങ്ങിന്റെ ഷൂ സ്കാൻ ചെയ്തു. ഒരു കാര്യം കണ്ടെത്തി. അവന്റെ ഷൂവിനകത്ത് ചില ബട്ടൺസ് ഉണ്ട്. അങ്ങനെയാണ് സാറ്റലൈറ്റ് കൺട്രോൾ ചെയ്യുന്നത്. വെൽ ഡൺ സൂപ്പർ സ്പീഡോ. നമുക്കിപ്പോ അവന്റെ ഓരോ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെട്ടേ പറ്റൂ. വെയിൽ കൊണ്ട് ഞാൻ എല്ലാം കത്തിക്കരിച്ച് ചാമ്പലാക്കും. ഇതാ എത്തിക്കഴിഞ്ഞ മോസം കിങ്. സൂപ്പർ സ്പീഡോ, ഇനി വിട്ടുവെച്ചാൽ മോസം കിങ് മുഴുവൻ സൺസിറ്റിയും നശിപ്പിക്കും. ഫോർമുല നമ്പർ 245 അപ്ലൈ ചെയ്യുക. ഗ്രേറ്റ് ഐഡിയ ബഡി. മോസം കിങ് ഉണ്ടാക്കിയ ആ വെതറിനെ ഇനി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്.
നിങ്ങളോട് പകരം വീട്ടാതെ ഞാൻ വിടില്ല. മാറിപ്പോയ വെതർ പോലെ കിക്കോയെയും സൂപ്പർ സ്പീഡോയെയും ഞാൻ ടോട്ടലി മാറ്റിമറിക്കും. സൂപ്പർ സ്പീഡോ, പെട്ടെന്ന് മാറുന്ന ഈ വെദർ അറ്റാക്ക് തടഞ്ഞു നിർത്തണമെങ്കിൽ എത്രയും പെട്ടെന്ന് ആ സാറ്റലൈറ്റ് ഡിസ്ട്രോയ് ചെയ്തേ പറ്റൂ. ഫോർമുല നമ്പർ 38 അപ്ലൈ ചെയ്യേ. ഓക്കെ ഡൂഡ്, ആക്ടിവേറ്റിംഗ് ഫോർമുല 38. വെയിൽ കൊണ്ട് ഞാൻ എല്ലാം കത്തിക്കരിച്ച് നശിപ്പിക്കും. ഇതാ എത്തിപ്പോയി മോസം കിങ്. ഇനി നമ്മൾ ഓരോ ജോലി ചെയ്താലേ വർക്കൗട്ട് ആവൂ. ഞാൻ ചെന്ന് മോസം കിങ്ങിനെ ഡീൽ ചെയ്യാം. അപ്പോഴേ അവന്റെ ഷൂസിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സാറ്റലൈറ്റിന്റെ റിമോട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തിരിക്കൂ. അപ്പോഴേക്കും നീ സ്പേസിലേക്ക് ചെന്ന് ആ സാറ്റലൈറ്റ് ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിക്കേ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 59. ഓക്കെ കിക്കോ, അതുപോലെ തന്നെ ചെയ്തേക്കാം. അപ്പോൾ ഈ സ്നോയൊക്കെ ഉരുകി പോകും. കിക്കോ, ഞാൻ ആ സാറ്റലൈറ്റിന്റെ അടുത്തെത്തി കഴിഞ്ഞു. ഗുഡ് വർക്ക് സൂപ്പർ സ്പീഡോ. കൃത്യസമയത്ത് ഫോർമുല നമ്പർ 58 അപ്ലൈ ചെയ്ത് ആ സാറ്റലൈറ്റ് ഡിസ്ട്രോയ് ചെയ്തേക്ക്. ഓക്കെ, അതാണ് നിങ്ങളുടെ രണ്ടാളുടെയും പ്ലാൻ അല്ലേ? എന്നെ ഫൈറ്റിൽ ബിസിയാക്കിയിട്ട് എന്റെ സാറ്റലൈറ്റ് ഡെസ്ട്രോയ് ചെയ്യാന്ന് വിചാരിച്ചു അല്ലേ? പക്ഷേ നിന്നെ പോലുള്ള ആളുകൾക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ല. കാരണം ഒരേ സമയത്ത് എനിക്ക് 2 ജോലികൾ ചെയ്യാനാവും. വെയിൽ കൊണ്ട് ഞാൻ എല്ലാം ചുട്ടരിച്ച് ചാമ്പലാക്കും. ഇതായി എത്തിക്കഴിഞ്ഞു മോസം കിങ്. കിക്കോ, മിന്നലിന്റെ അറ്റാക്ക് കാരണം എനിക്ക് സാറ്റലൈറ്റിന്റെ അടുത്ത് പോകാൻ പറ്റുന്നില്ല. മോസം കിങ് ഇപ്പോഴും സാറ്റലൈറ്റിനെ ഓപ്പറേറ്റ് ചെയ്തോണ്ടിരിക്കുക. ഞാനിപ്പോ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റുന്നാ തോന്നുന്നേ. സ്പേസിലേക്ക് സാറ്റലൈറ്റ് അയച്ച് ജഗജാല കളിയെല്ലാം കളിച്ച നീ ഇതാ കിടക്കുന്നത് കണ്ടില്ലേ? എന്ന് വെച്ചോ സാറ് പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. അതേതായാലും കലക്കി കിക്കോ. പിന്നെ സൂപ്പർ സ്പീഡോ, നിങ്ങൾ രണ്ടാളും ചേർന്ന് വീണ്ടും ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടി രക്ഷിച്ചിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും അവനെ ഒരു സൂപ്പർ ഹ്യൂമൻ ആണെന്ന് വീണ്ടും വിശ്വസിച്ചു പോയി. പക്ഷെ അവസാന നിമിഷം നീ പറഞ്ഞ കാരണം കൊണ്ട് ഞങ്ങളുടെ കണ്ണ് തുറന്നിരിക്കുന്നു. യു ആർ റൈറ്റ് കിക്കോ. ഈ ലോകത്തെ ഏതെങ്കിലും കാര്യത്തിന് പുറകിലും ഓരോ സയൻസ് ഉറപ്പായും ഉണ്ടായിരിക്കും.